തിരക്കേറിയ ജീവിതത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് എളുപ്പമാകാൻ ഫ്രിഡ്ജ് ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്നത്തെ കാലത്ത്, അല്ലെ? പച്ചക്കറികളും പഴങ്ങളും മത്സ്യമാംസാദികളും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് സഹായിക്കുമെങ്കിലും ഓരോന്നിനും എത്ര ദിവസത്തെ ആയുസ്സുണ്ടെന്ന് പലർക്കും അറിയില്ല. പ്രത്യേകിച്ചും ഇറച്ചി എത്ര നാൾ ഫ്രിഡ്ജിലും ഫ്രീസറിലും സൂക്ഷിക്കാമെന്ന് പലരുടെയും സംശയമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ തരം ഇറച്ചികളുടെ സംഭരണ കാലാവധി പറയാം. കോഴി ഇറച്ചി ഫ്രിഡ്ജില് 2 ദിവസം മാത്രമേ കോഴി ഇറച്ചി കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്രിഡ്ജിന്റെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ബീഫ്, മട്ടൻ ഈ ഇറച്ചികൾക്ക് ഫ്രിഡ്ജിൽ 5 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. മാംസം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 4 മുതൽ 12 മാസം വരെ മാംസം കേടുകൂടാതെ സൂക്ഷിക്കാം. പാകം ചെയ്ത ഇറച്ചിക്ക് 4 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. അതിനുശേഷം കഴിക്കുന്നത് ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. ചിക്കൻ, കീമ, ബീഫ് കീമ ഇവ ഫ്രിഡ്ജിൽ 2 ദിവസം മാത്രമേ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഫ്രോസൺ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ 4 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മാംസാഹാരങ്ങൾ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ചെറിയ അശ്രദ്ധകൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഫ്രീസറിൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുമെങ്കിലും കഴിയുന്നതും വേഗം വാങ്ങി ഉപയോഗിക്കാനാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ഇറച്ചി കേടായോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മാംസങ്ങളിലെ കാലാവധി രേഖപ്പെടുത്തലുകൾ പൂർണ്ണമായി വിശ്വസിക്കരുത്. വഴുവഴുപ്പ്: കേടുവന്ന ചിക്കൻ ആണെങ്കിൽ മാംസത്തിന് കൂടുതൽ വഴുവഴുപ്പുണ്ടാകും. നിറം മാറ്റം: ചിക്കന്റെ പിങ്ക് നിറം മാറി ഗ്രേ, പച്ച അല്ലെങ്കിൽ മഞ്ഞ നിറമാകാം. പൂപ്പൽ: ഒരുപാട് ചീത്തയായ മാംസത്തിൽ പൂപ്പൽ കാണപ്പെടാം. ടെക്സ്ചർ: കേടുവന്ന മാംസം എത്ര അമർത്തിയാലും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരില്ല. അതിന് വഴുവഴുത്ത ഒരു ടെക്സ്ചർ ആയിരിക്കും അതിനുണ്ടാവുക. ആരോഗ്യമുള്ള ജീവിതത്തിന് ഭക്ഷണ സാധനങ്ങൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും കേടായവ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. കഴിയുന്നതും ഫ്രഷായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ദിവസങ്ങൾ കഴിയാൻ കാത്തിരിക്കരുത് ഒരിക്കലും.